ഇന്നലെ ഉച്ചതിരിഞ്ഞ് 2:15 ദർബാർ ഹാളിൽ നിന്ന് VSന്റെ മൃതദേഹം ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്രയ്ക്കായി ഇറക്കിയത്. 2:30 ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള ഔദ്യോഗികമായ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി യാത്ര തുടങ്ങിയതാണ്. ആ യാത്രയാണ് ഇപ്പോഴും കൊല്ലം ജില്ല പോലും പിന്നിടാൻ കഴിയാത്ത തരത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ. എന്നും VS ജീവിച്ചത് ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു. VSനെ ആവേശം കൊള്ളിച്ചത് ആൾക്കൂട്ടമായിരുന്നു. ആൾക്കൂട്ടത്തെ കാണുമ്പോൾ VSന്റെ ശരീരഭാഷ വരെ മാറും, VSന്റെ പ്രസംഗ ശൈലി മാറും, ആവേശഭരിതനാകും. അങ്ങനെ എന്നും ആൾക്കൂട്ടം ആവേശമായ ആ ജനകീയ നായകന്, ആ ജനനായകന് ഇപ്പോൾ അതേ ആൾക്കൂട്ടം അങ്ങനെ തന്നെ കാത്തുനിന്ന് എങ്ങനെയായിരുന്നു VSനെ കാണാൻ, VSന്റെ പ്രസംഗം കേൾക്കാൻ എങ്ങനെയായിരുന്നോ നമ്മുടെ തെരുവുകളിൽ ആളുകൾ തടിച്ചുകൂടിയിരുന്നത്, അതുപോലെ ചരിത്രയാത്രയാവുകയാണ് VSന്റെ ഈ മടക്കയാത്ര. ഒരുപാട് VS സഞ്ചരിച്ചൊരു വഴിയാണിത്. ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും ഒരുപാട് ഈ വഴികളിലൂടെ VS സഞ്ചരിച്ചിട്ടുണ്ട്. ആ യാത്രയിൽ ഇതാദ്യമായി VS ആ അഭിവാദ്യങ്ങൾക്ക് മറുപടി പറയാതെ, ആ ജനക്കൂട്ടത്തെ കാണാതെ VS മടങ്ങി വരികയാണ് ആലപ്പുഴയിലേക്ക്, തൻ്റെ ജന്മഭൂമിയിലേക്ക്, തൻ്റെ രാഷ്ട്രീയം ആരംഭിച്ച അതേ ഭൂമികയിലേക്ക് VS മടങ്ങുന്നു. ഇത്തവണ VS നിശബ്ദനാണ്. കഴിഞ്ഞ 6 വർഷമായി VSന്റെ ശബ്ദം നമ്മൾ അധികം കേട്ടിട്ടില്ല. അദ്ദേഹം വിശ്രമ ജീവിതത്തിലായിരുന്നു. പ്രായാധിക്യത്തെ തുടർന്ന് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും VS ഉണ്ട്, VS അവിടെ ഉണ്ട് എന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെ ആ പ്രവർത്തകർ, VSനെ കണ്ട് VSനെ സ്നേഹിച്ച് ഈ പാർട്ടിയിലേക്ക് വന്നവർ, VSന്റെ നായകത്വത്തിൽ വിശ്വസിച്ച് ഈ പാർട്ടിയിലേക്ക് വന്നവർ ഒക്കെ അപ്പോഴും തുടർന്നു. VS അവിടെ ഉണ്ട് എന്ന ആത്മവിശ്വാസത്തിൽ ഇത്തവണ ഇതാദ്യമായി ആ വിശ്വാസത്തിന് അല്പം മങ്ങലേൽക്കുകയാണ്. പക്ഷേ അപ്പോഴും VS നയിച്ച വഴിയിലൂടെ മുന്നോട്ട് പോകാം എന്ന ആത്മവിശ്വാസം. ഈ വഴിയിലുടനീളം ആളുകൾ പ്രായഭേദമന്യേ VSനെ കണ്ടിട്ട് പോലുമില്ലാത്ത, ഒരുപക്ഷെ VSന്റെ പ്രസംഗങ്ങൾ TV-യിൽ മാത്രം കണ്ടിട്ടുള്ള, VSന്റെ പഴയ പ്രസംഗങ്ങൾ കണ്ടിട്ടുള്ള തലമുറയിലെ കുട്ടികളടക്കം ഈ വഴികളിൽ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്കറിയാം, അവരുടെ രക്ഷിതാക്കൾ പറഞ്ഞ്, അവരുടെ മുതിർന്ന തലമുറയിൽപ്പെട്ടവർ പറഞ്ഞ് VS ആരാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. VS ഈ നാടിനെ മാറ്റിയതെങ്ങനെ, VS നൽകിയ ആത്മവിശ്വാസം എന്താണ്, അശരണർക്ക്, ഒന്നുമില്ലാത്ത നിഷ്കളങ്കരായ മനുഷ്യർക്ക്, അവർക്കൊക്കെ VS നൽകിയ ആത്മവിശ്വാസം എന്താണ്, മറിച്ച് കുറ്റവാളികൾക്ക്, സ്ത്രീ പീഡകർക്ക്, ഭൂമി കയ്യേറ്റക്കാർക്ക് VS നൽകിയ വെല്ലുവിളി എന്താണ്, VS എങ്ങനെയാണ് ഈ കേരളത്തെ ഇങ്ങനെയെങ്കിലും നിലനിർത്തുന്നതിൽ VS ഉണ്ടാക്കിയ ഒരു പങ്ക് ചെറുതല്ല. VS ആണ് പലപ്പോഴും ഒരു ഭീഷണിയായിരുന്നത്. ഒരു പതിറ്റാണ്ട് മുൻപ് VS ഏറ്റവും സജീവമായിരുന്ന സമയത്ത് നമുക്കറിയാം, പലപ്പോഴും സ്ത്രീ പീഡകരെ കയ്യാമം വെച്ച് നടത്തിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ, അത് ആരായിരുന്നാലും, അത് ഏത് വലിയ ആളായിരുന്നാലും അവരെ കയ്യാമം വെച്ച് നടത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട് VS. അത് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. പാവപ്പെട്ട ഭൂമിയില്ലാത്തവർക്ക്, തങ്ങളുടെ ഭൂമി കയ്യേറി അവിടെ സൗധങ്ങൾ പണിയുന്ന മനുഷ്യന്മാരെ കയ്യാമം വെക്കാൻ ഒരാളുണ്ട് എന്നത് ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. ആ ആത്മവിശ്വാസം ഈ കേരളത്തെ ഇന്നത്തെ കേരളമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്ക് ഓർമ്മപ്പെടുത്തുന്നതാണ് VSനിപ്പോൾ ഓരോ സ്ഥലത്തും, ഓരോ വഴിയരികിലും VSന് കിട്ടുന്ന അഭിവാദ്യങ്ങൾ, അല്ലെങ്കിൽ ആ യാത്രാമൊഴി VS എന്തായിരുന്നു ഈ നാടിന് എന്ന് ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്. ആലപ്പുഴയിലാണ് ഇനിയുള്ള വലിയ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. VSന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ആ വീട് VS തൻ്റെ ഭാര്യയ്ക്കായി വാങ്ങിയതാണ്. വിവാഹശേഷമാണ് വേലിക്കകത്ത് എന്ന വീട് VS തൻ്റെ ബന്ധുവിൽ നിന്ന് വാങ്ങി ഭാര്യയുടെ പേരിൽ വാങ്ങുന്നത്. പിന്നീട് എപ്പോഴും ഓണത്തിനും അല്ലെങ്കിൽ പിറന്നാളിനുമൊക്കെയാണ് VS ആ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അവിടെ എപ്പോഴും മാധ്യമപ്രവർത്തകർ വരുമായിരുന്നു, അദ്ദേഹത്തെ കാണാൻ വരുമായിരുന്നു. ചെറിയൊരു ആശംസയിൽ അല്ലെങ്കിൽ ചെറിയൊരു പ്രതികരണത്തിൽ അദ്ദേഹം കാര്യങ്ങൾ ഒതുക്കും. ബാക്കിയെല്ലാം ആ പുഞ്ചിരിയിലുണ്ടാവുമായിരുന്നു. കൈ ഉയർത്തി ചിരിച്ച് അപ്പോൾ ശരി എന്ന് പറഞ്ഞ് VS അകത്തേക്ക് നടന്നു നീങ്ങുന്ന ആ ഫ്രെയിം ഒരിക്കലും നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന് മാറിയില്ല. ആ വീട്ടിലേക്കാണ് ഇപ്പോൾ VS എത്തുന്നത്. VSന്റെ പ്രതികരണം തേടി എത്രയോ കാലം മാധ്യമപ്രവർത്തകരെത്തിയ ആ വേലിക്കകത്ത് വീട്ടിലേക്ക് VSനെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ പട തന്നെ അനുഗമിക്കുന്നുണ്ട്. അവിടെ നിന്ന് VS പിന്നീട് പോവുക ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കായിരിക്കും VSനെ കൊണ്ടുപോവുക. ആ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആലപ്പുഴയിലെ പാർട്ടിയെ ഇന്നത്തെ നിലയിലാക്കുന്നതിൽ അത്രയേറെ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കർമ്മ മണ്ഡലം അദ്ദേഹം തുടങ്ങിയത്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് അവിടെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ്. ആ തൊഴിലാളി പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന VSന്റെ മണ്ണിലേക്കാണ് ഇപ്പോൾ മൃതദേഹം തിരികെ കൊണ്ടുപോകുന്നത്. അല്പം കൂടി വേഗതയിൽ ഇപ്പോൾ
യാത്ര സഞ്ചരിക്കുന്നു എന്ന് ആണ് മനസ്സിലാക്കുന്നത്. ഇനി ഓച്ചിറയിലേക്കാണ് എത്തുന്നത്. കിരൺ, കുറച്ചുകൂടി വേഗത കൈവരിച്ചിട്ടുണ്ടോ യാത്രയ്ക്ക്? ശ്രീജ, അങ്ങനെ ഒരു വേഗത കൈവരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നതിന് മുമ്പെങ്കിലും, ഇന്ന് ഉച്ചയ്ക്ക് മുമ്പെങ്കിലും ആലപ്പുഴ എത്തേണ്ടതുണ്ട്. ഇനി വി എസിന്റെ സ്വന്തം മണ്ണിലേക്ക് വരികയാണ്. ആലപ്പുഴയുടെ വിപ്ലവ ഭൂമിയിലേക്ക് VS അച്യുതാനന്ദന്റെ നേതാവ് എത്തുകയാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇപ്പോഴും ഈ ഓച്ചിറയുടെ മണ്ണിൽ റോഡ് സൈഡിലൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് കാത്തിരിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ വാഹനം ചെറിയ രീതിയിൽ ഒന്ന് സ്ലോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് വാഹനം നിർത്തുന്നതടക്കമില്ല. അത്രത്തോളം വേഗത്തിലാണ് വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ ആളുകളെയും കാണിക്കാൻ, എല്ലാ ആളുകളെയും നിർത്തി കാണിക്കാനുള്ള സംവിധാനം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വാഹനം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാവിലെ നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ഇവരെല്ലാവരും വെളുപ്പാങ്കാലത്തെ 3 മണിവരെയൊക്കെ കാത്തുനിന്ന് റോഡ് സൈഡിൽ കാത്തുനിന്നതിന് ശേഷം മടങ്ങിപ്പോയ മനുഷ്യരാണ്. അവരൊക്കെ വീണ്ടും രാവിലെ എത്തുന്നുവെന്നറിഞ്ഞ് ഓടി റോഡ് അരികിലേക്ക് എത്തിയ മനുഷ്യരാണ്. ആ മനുഷ്യരൊക്കെ കാത്തു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ നിന്ന് കടന്നു വരാൻ തന്നെ ഇന്നലെ രാത്രി മുതൽ ഒരു കടുത്ത മഴയെ അവഗണിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർ അവരുടെ പ്രിയ നായകനെ, അവരുടെ പ്രിയങ്കരനായ നേതാവിനെ, അവരുടെ പ്രതീക്ഷയായി കണ്ട നേതാവിനെ കാത്ത് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യരെല്ലാവരും ഇപ്പോഴും റോഡ് അരികിൽ തന്നെയാണ്. നേരത്തെയൊക്കെ പ്രത്യേക കേന്ദ്രങ്ങളിലേക്കായിരുന്നു ആളുകൾ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. കേന്ദ്രങ്ങൾക്കപ്പുറത്തേക്ക് അവർ റോഡിന്റെ അരികിലേക്കൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഓടി വരുന്നത് നമുക്ക് ഈ വാഹനത്തിൽ പോകുന്നത് കണ്ടാൽ അറിയാം. അവരൊക്കെ വീട്ടിൽ ഇത് അറിഞ്ഞുകൊണ്ട് ഓടി വരുന്ന മനുഷ്യരാണ്. അങ്ങനെ നിൽക്കുന്ന മനുഷ്യരാണ് നിൽക്കുന്നത്. VSനെ കാത്ത് സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ളവർ VSനെ കാത്ത് VSന് അന്തിമാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം മനുഷ്യരാണ്. ഈ ഓച്ചിറയുടെ അതിർത്തിയിൽ നിന്നാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി VSന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങുന്നത്. റെഡ് വാളണ്ടിയർമാരടക്കമുള്ള ആളുകൾ, ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഓച്ചിറയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെയും നമ്മൾ ആലോചിക്കണം. ഇന്നലെ രാത്രി 3 മണിവരെയും 4 മണിവരെയും ഒക്കെ നിന്നിട്ട് വീട്ടിലേക്ക് മടങ്ങിയ മനുഷ്യരാണ്. 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും മടങ്ങിയെത്തി ഈ VSനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് കൂടി കടന്നു കഴിഞ്ഞാൽ അത് പകൽ സമയമാണെന്നത് ആലോചിക്കണം. കൊല്ലം ജില്ല തന്നെ കടക്കാൻ ഇത്രയേറെ സമയമെടുത്തു. ഇനി അവിടെ നിന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുമ്പോൾ രാവിലെ ആളുകൾ ഉണർന്നു കഴിഞ്ഞു. ഇന്നലെ അർദ്ധരാത്രിയിൽ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലം ജില്ലയിൽ മഴയെ പോലും അവഗണിച്ചുകൊണ്ട് സ്ത്രീകളടക്കമുള്ളവർ, കുട്ടികളടക്കമുള്ളവർ, പ്രായമായവരടക്കം VSനെ കാത്തുനിന്നത്. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, ഹൃദയം പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരോരോരുത്തരും നിന്നത്. ആ VSനെ കാണാൻ വേണ്ടി നിന്ന ആളുകൾ ഇന്നിപ്പോൾ പകൽ വീണ്ടും ആയിരിക്കുന്നു. അടുത്ത പകലായിരിക്കുന്നു. അതോടുകൂടി ആളുകൾ VSനെ കണ്ടേ മതിയാവുമെന്ന് ഒടുങ്ങാത്ത ആഗ്രഹമുള്ള ആളുകൾ മാത്രമല്ല, ഈ VSനെ കണ്ടാൽ പകലായതുകൊണ്ട് കൂടുതൽ ആളുകൾ അറിഞ്ഞും കേട്ടുമെത്തുന്ന ആളുകൾ അടക്കമുണ്ട്. അവരെ എല്ലാം കടന്നു വേണം ഇനി ആലപ്പുഴയിൽ 40 കിലോമീറ്റർ ഇനിയും എത്തണം. 150 കിലോമീറ്ററോളം ഉള്ളതിൽ ആകെ 100 കിലോമീറ്ററാണ് പിൻവാങ്ങിയിട്ടുള്ളത്. ഇനി